പ്രിയ വിദ്യാർത്ഥികളെ, ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തേണ്ടതെന്നും ജേണലിൽ നിന്ന് ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, അക്കൗണ്ടുകൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെട്ടത്. ബിസിനസ് ട്രാൻസാക്ഷനുകളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ട്രാൻസാക്ഷനാണ് പർച്ചേസ് ആൻഡ് സെയിൽസ്. സാധനങ്ങളും സേവനങ്ങളും ഒരു ബിസിനസ് സ്ഥാപനം വാങ്ങാറുണ്ട്. സാധനങ്ങളും സേവനങ്ങളും ആർക്ക് കൊടുക്കാറുണ്ട്? കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. ഈ രണ്ട് സമയത്തും അറിഞ്ഞിരിക്കേണ്ട, ഈ രണ്ട് ട്രാൻസാക്ഷനും രേഖപ്പെടുത്തുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ടാക്സ് സിസ്റ്റമാണ് GST. സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ആ വാങ്ങുന്ന സാധനത്തിൻ്റെ അല്ലെങ്കിൽ ആ സേവനത്തിൻ്റെ ചാർജ് മാത്രം കൊടുത്താൽ പോരാ, അതിൻ്റെ കൂടെ എന്തുകൂടി കൊടുക്കണം? അതിൻ്റെ സ്പെസിഫൈഡ് റേറ്റിലുള്ള ടാക്സ് കൂടി നമ്മൾ പേയ്മെൻറ്റ് നടത്തണം. അതുപോലെ തന്നെ കസ്റ്റമർക്ക് ഒരു സാധനമോ സേവനമോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കസ്റ്റമറുടെ കയ്യിൽ നിന്നും എന്ത് കളക്ട് ചെയ്യണം? ടാക്സ് കളക്ട് ചെയ്യണം. അങ്ങനെ കളക്ട് ചെയ്യുന്ന ടാക്സ് എങ്ങോട്ട് അടക്കാനുള്ളതാണ്? ഗവൺമെൻറ്റിലേക്ക് അടക്കാനുള്ളതാണ്. അതെന്താണ് GST എന്ന് നോക്കാം. GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ഓൺ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ സാധനങ്ങളോ സേവനങ്ങളോ ഒരാൾ വാങ്ങുന്ന സമയത്ത് അയാൾ കൊടുക്കേണ്ട ടാക്സ് ആണ് GST. അപ്പോൾ എവിടെയാണോ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ അതിൻ്റെ കൺസംഷൻ നടക്കുന്നത്, അവരാണ് ആ ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഇറ്റ് ഈസ് എ നാഷൻ വൈഡ് ടാക്സ് ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് വൺ നാഷൻ വൺ ടാക്സ്. ഈ ടാക്സ് സിസ്റ്റം വരുന്നതിന് മുമ്പ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും പല പേരുകളിൽ ടാക്സ് കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ പല പേരുകളിൽ കളക്ട് ചെയ്തിരുന്ന ടാക്സുകളെല്ലാം കൂടി മെർജ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റമാണ് GST. ഒരു രാജ്യം ഒരു നികുതി എന്നുള്ള ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ GST സിസ്റ്റത്തിൽ 3 പേരുകളിലാണ് ഗവൺമെൻറ്റുകൾ ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. CGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. SGST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ആൻഡ് IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇപ്പോൾ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൽ ഗവൺമെൻറ്റുകൾ ടാക്സ് കളക്ട് ചെയ്യുന്നത് 3 ഹെഡിലാണ്. ഒന്ന് CGST, സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ്. ദെൻ SGST, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ്. ദെൻ IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ്. ഇതിൽ ഓരോ ടാക്സും കളക്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് നോക്കാം. GST കളക്ഷന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നടക്കുന്ന സെയിലുകളെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഒരു സ്റ്റേറ്റിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻ. ബയ്യറും സെല്ലറും ഒരേ സ്റ്റേറ്റിൽ തന്നെ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റ്. ദെൻ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് സാധനങ്ങൾ സെയിൽ നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് നടക്കുന്നതെങ്കിൽ അത്ര മൂവ്മെൻറ്റുകളെ പറയുന്ന പേരാണ് ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ GST കളക്ഷന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ സെയിലിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റേറ്റിനകത്ത് നടക്കുന്ന ബൈയിങ് ആൻഡ് സെല്ലിങ്, മറ്റൊന്ന് 2 സ്റ്റേറ്റുകൾക്കിടയിൽ നടക്കുന്ന ബൈയിങ് ആൻഡ് സെല്ലിങ്. ഒരു സ്റ്റേറ്റിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ 2 തരം ടാക്സുകളാണ് കളക്ട് ചെയ്യുന്നത്. ഒന്ന് CGST, മറ്റൊന്ന് SGST. സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ആ ട്രാൻസാക്ഷനിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് 2 സ്റ്റേറ്റുകൾക്കിടയിൽ വരുന്ന ബൈയിങ് ആൻഡ് സെല്ലിങ്. അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ആ ടാക്സ് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. പിന്നീട് ആ കളക്ട് ചെയ്ത ടാക്സിൽ നിന്ന് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ആര് അലോട്ട് ചെയ്ത് കൊടുക്കും? സെൻട്രൽ ഗവൺമെൻറ് അലോട്ട് ചെയ്ത് കൊടുക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ദ GST റേറ്റ് ഈസ് 18%, ഒരു പ്രൊഡക്റ്റിൻ്റെ GST 18% ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് കേരളത്തിനകത്ത് തന്നെ ബയ്യിങ്ങും സെല്ലിങ്ങും നടക്കുകയാണെങ്കിൽ, ബയ്യറും സെല്ലറും കേരളത്തിൽ തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ തന്നെയാണെങ്കിൽ അവിടെ CGSTയും SGSTയും ആണ് കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 18%-ലെ 9% സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള വരുമാനമാണ്. ദെൻ 9% കേരള ഗവൺമെൻറ്റിനുള്ള വരുമാനമാണ്. അങ്ങനെ ടോട്ടലാണ് 18% വരുന്നത്. ഇപ്പോൾ 18% റേറ്റുള്ള ഒരു പ്രൊഡക്റ്റ്
ബയ്യിങ്ങോ സെല്ലിങ്ങോ നടക്കുകയാണെങ്കിൽ അതൊരു സ്റ്റേറ്റിനകത്താണ് നടക്കുന്നതെങ്കിൽ അതിലെ പകുതി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സും പകുതി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള ടാക്സുമാണ്. ദെൻ ഇതേ പ്രൊഡക്റ്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ കേരളത്തിലുള്ള ഒരു ബയ്യർ തമിഴ്നാട്ടിലുള്ള ഒരു സെല്ലറുടെ കയ്യിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അവിടെ വരുന്ന ടാക്സാണ് IGST. IGST 18% കൊടുക്കേണ്ടത്. ആ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് ആരാണ്? അത് സെൻട്രൽ ഗവൺമെൻറ് ആണ് കളക്ട് ചെയ്യുന്നത്. GSTയിൽ വരുന്ന ഓരോ കോമ്പണൻസും നമുക്ക് പ്രത്യേകം പരിശോധിക്കാം. ആദ്യം CGST. CGST means Central Goods and Services Tax. Taxes collected under CGST will constitute the revenue of the central government. ഇപ്പോൾ CGST എന്ന് പറയുന്ന ഹെഡിൽ കളക്ട് ചെയ്യുന്ന ടാക്സുകളൊക്കെ ആരുടെ റവന്യൂ ആണ്? അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആണ്. സെൻട്രൽ ടാക്സസ് ലൈക്ക് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽസ് ടാക്സ് എക്സെട്ര വിൽ ബി മെർജ്ഡ് വിത്ത് GST. ഈ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം വന്നതോടുകൂടി സെൻട്രൽ ടാക്സുകളായിട്ടുള്ള എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള ടാക്സുകളെല്ലാം ഏതിനോടുകൂടി മെർജ് ചെയ്തിട്ടുണ്ട്? GST എന്ന് പറയുന്ന ടാക്സിനോടുകൂടി മെർജ് ചെയ്തിട്ടുണ്ട്. എന്താണ് SGST എന്ന് പറഞ്ഞാൽ? SGST മീൻസ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കളക്ട് ചെയ്യുന്ന GST ആണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ദ കളക്ഷൻ ഓഫ് SGST ഇസ് ദ റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഇങ്ങനെ ഈ ഹെഡിൽ കിട്ടുന്ന ടാക്സുകൾ ആരുടെ റവന്യൂ ആണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ റവന്യൂ ആണ്. സ്റ്റേറ്റ് ടാക്സസ് ലൈക്ക് വാറ്റ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ് എക്സെട്ര വിൽ ബി മെർജ്ഡ് വിത്ത് GST. ഇപ്പോൾ GST എന്ന് പറയുന്ന സിസ്റ്റം വന്നതോടുകൂടി എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, വാറ്റ് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കളക്ട് ചെയ്തിരുന്ന ടാക്സ് എല്ലാം ഏതിനോടുകൂടി മെർജ് ചെയ്തിട്ടുണ്ട്? GST എന്ന് പറയുന്ന ഈ ടാക്സ് സിസ്റ്റത്തിൽ മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടാക്സുകളൊന്നും ഇന്ന് നിലവിലില്ല. അതിന് പകരം വന്നിട്ടുള്ള ടാക്സ് ആണ് GST. ഒരു എക്സാമ്പിൾ നോക്കാം. രമേഷ്, എ ഡീലർ ഇൻ കേരള, സെൽസ് ഗുഡ്സ് ടു സീമ ഇൻ കേരള വർത്ത് ₹10,000. രമേഷാണ് ഡീലർ, കേരളത്തിലുള്ള ഡീലറാണ്. ദെൻ ബയ്യർ സീമയാണ്. സീമ എവിടെയാണ്? കേരളത്തിലാണ് ഉള്ളത്. 10,000 രൂപയുടെ സാധനങ്ങളാണ് ആര് വാങ്ങിയിട്ടുള്ളത്? സീമ രമേഷിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇഫ് ദ GST റേറ്റ് ഈസ് 18%, that is 9% CGST and 9% SGST, rupees 900 will go to the central government and 900 will go to the Kerala government. അപ്പോൾ 10,000 രൂപയുടെ ഗുഡ്സ് സീമ രമേഷിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് 10,000 രൂപ കൊടുത്താൽ മതിയോ? പോരാ. അതിൻ്റെ കൂടെ എന്തുകൂടി കൊടുക്കണം? 18% ടാക്സ് കൂടി കൊടുക്കണം. അപ്പോൾ 1,800 രൂപ ടാക്സ് കൊടുക്കണം. സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് 11,800 രൂപയാണ് സീമ ആർക്ക് കൊടുക്കേണ്ടത്? രമേഷിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ അധികം കൊടുക്കുന്ന ടാക്സ് ആർക്കുള്ള വരുമാനമാണ്? സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കിട്ടുന്ന വരുമാനമാണ്. സീമയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന 1,800 രൂപ ടാക്സ് രമേശ് എന്ത് ചെയ്യണം? അത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കും പേയ്മെൻറ്റ് നടത്തണം. ദെൻ മൂന്നാമത്തെ കോമ്പണൻ്റ് ആണ് IGST. IGST മീൻസ് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. Revenue collected under IGST is divided between central and state government. IGST is charged on transfer of goods and services from one state to another. Import of goods and services are also covered under IGST. രണ്ട് സ്റ്റേറ്റുകൾക്കിടയിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്താണ് IGST ചാർജ് ചെയ്യുന്നത്. ഇങ്ങനെ IGSTയിൽ കിട്ടുന്ന വരുമാനം ആരാണ് കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണ് കളക്ട് ചെയ്യുന്നത്. അതിൽ നിന്നൊരു പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ആ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? സെൻട്രൽ ഗവൺമെൻറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് സാധനങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന സമയത്തും ഇന്ത്യക്ക് പുറത്തു നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും അപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് ആണ് IGST. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ദ ഗുഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം കർണാടക ടു കേരള, ദെൻ ദിസ് ട്രാൻസാക്ഷൻ വിൽ അട്രാക്ട് IGST. ഇപ്പോൾ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് ഗുഡ്സ് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഏത് ടാക്സ് ആണ് കൊടുക്കേണ്ടി വരിക? IGST ആണ് കൊടുക്കേണ്ടി വരുന്നത്. ഇഫ് രമേഷ് ഇൻ കർണാടക സെൽസ് ഗുഡ്സ് ടു ആനന്ദ് ഇൻ കേരള വർത്ത് ₹10,000, applicable GST rate is 18%. In this case, the dealer will charge ₹1,800 as IGST and will go to the central government. ഇപ്പോൾ 10,000 രൂപയുടെ ഗുഡ്സ് കർണാടകയിലുള്ള രമേഷ് കേരളത്തിലുള്ള ആനന്ദിന് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ
അവിടെ ചാർജ് ചെയ്യുന്നത് IGST ആണ്. ഇപ്പോൾ 10,000-ന്റെ 18% ടാക്സ് റേറ്റ് എങ്കിൽ 1,800 രൂപ ആനന്ദിന്റെ കയ്യിൽ നിന്നും ആര് കളക്ട് ചെയ്യും? രമേശ് കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള 1,800 രൂപ ടാക്സ് എങ്ങോട്ടാണ് പേയ്മെന്റ് നടത്തേണ്ടത്? സെൻട്രൽ ഗവൺമെന്റിലേക്കാണ് പേയ്മെന്റ് നടത്തേണ്ടത്. ഒരു ബിസിനസ് സ്ഥാപനം സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് GST പേയ്മെന്റ് നടത്തുന്നുണ്ട്, സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് GST കളക്ട് ചെയ്യുന്നുണ്ട്. പേയ്മെന്റ് നടത്തുന്ന ടാക്സുകൾ ഒരു അഡ്വാൻസ് ടാക്സ് ആണ്, അത് നമ്മൾ പ്രത്യേകം അക്കൗണ്ടുകളിൽ കീപ്പ് ചെയ്യണം. ദെൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കാനുള്ള എമൗണ്ട് ആണ്, ഇറ്റ് ഈസ് എ ലയബിലിറ്റി, അതും പ്രത്യേക അക്കൗണ്ടുകളിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇനി GST ട്രാൻസാക്ഷനിൽ വരുന്ന പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ് ഇൻ GST ട്രാൻസാക്ഷൻ 7 അക്കൗണ്ടുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് അക്കൗണ്ടാണ് ഇൻപുട്ട് CGST അക്കൗണ്ട്. CGST എന്താണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു സ്റ്റേറ്റിനകത്ത് ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് CGST. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റിലേക്കുള്ള അല്ലെങ്കിൽ CGST ഹെഡിൽ നമ്മൾ പേയ്മെന്റ് നടത്തുന്ന ടാക്സ് രേഖപ്പെടുത്തി വെക്കേണ്ട അക്കൗണ്ടിന്റെ പേരാണ് ഇൻപുട്ട് CGST. ടാക്സ് പെയ്ഡ് ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇൻട്രാ സ്റ്റേറ്റ് ട്രീറ്റഡ് ആസ് ആൻ അസെറ്റ്. അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്, അതുകൊണ്ട് നമുക്ക് അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഈ അക്കൗണ്ടിനെ ഒരു അസെറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ അക്കൗണ്ടാണ് ഇൻപുട്ട് SGST. ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് CGST മാത്രം കൊടുത്താൽ പോരാ, എന്തുകൂടി കൊടുക്കണം? SGST കൂടി പേയ്മെന്റ് നടത്തണം. ഇപ്പൊ SGST എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ ടാക്സ് പേയ്മെന്റ് നടത്തുന്ന സമയത്ത് അത് രേഖപ്പെടുത്തി വെക്കേണ്ട അക്കൗണ്ടിന്റെ പേരാണ് ഇൻപുട്ട് SGST അക്കൗണ്ട്. ഇൻപുട്ട് CGSTയെ പോലെ തന്നെ ഇൻപുട്ട് SGSTയും അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. അത് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഈ അക്കൗണ്ടിനെയും ഒരു അസറ്റ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ CGST പേയ്മെന്റ് നടത്തുന്നുണ്ട്, അത് രേഖപ്പെടുത്തേണ്ട അക്കൗണ്ടാണ് ഇൻപുട്ട് CGST അക്കൗണ്ട്. ദെൻ SGST നമ്മൾ പേയ്മെന്റ് നടത്തുന്നുണ്ട്, അത് രേഖപ്പെടുത്തേണ്ട അക്കൗണ്ടാണ് ഇൻപുട്ട് SGST അക്കൗണ്ട്. ദെൻ മൂന്നാമത്തെ അക്കൗണ്ട് ഏതാണെന്ന് നോക്കാം. ഇൻപുട്ട് IGST അക്കൗണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മറ്റൊരു സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ പേയ്മെന്റ് നടത്തുന്നത് ഒരു ടാക്സ് മാത്രമാണ്. ഏതാണ് ടാക്സ്? IGST. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റ് നടത്തുന്ന ടാക്സ് രേഖപ്പെടുത്തി വെക്കേണ്ട അക്കൗണ്ടിന്റെ പേരാണ് ഇൻപുട്ട് IGST. ഇൻപുട്ട് IGSTയും ഒരു അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് ആണ്. ഈ അക്കൗണ്ടിനെയും നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഒരു അസറ്റ് അക്കൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ടാക്സ് രേഖപ്പെടുത്തുന്നത് 3 ഹെഡിലാണ്. ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് CGSTയിലും രേഖപ്പെടുത്തണം, ഇൻപുട്ട് SGSTയിലും രേഖപ്പെടുത്തണം. ദെൻ സ്റ്റേറ്റിന് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആ സമയത്ത് കൊടുക്കുന്ന ടാക്സുകൾ രേഖപ്പെടുത്തേണ്ടത് ഇൻപുട്ട് IGSTയിലാണ്. ഇനി സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സുകൾ രേഖപ്പെടുത്തുന്ന അക്കൗണ്ടുകളാണ് പറയുന്നത്. 2 തരം സെയിലാണ് വരുന്നത്. ഒന്ന്, സ്റ്റേറ്റിനകത്ത് തന്നെ നമുക്ക് സെയിൽ ചെയ്യാം, അതല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് നമുക്ക് സാധനങ്ങൾ സെയിൽ ചെയ്യാൻ കഴിയും. ഇപ്പോൾ സ്റ്റേറ്റിനകത്ത് തന്നെ സെയിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ 2 തരം ടാക്സ് ആണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ഒന്ന് CGST കളക്ട് ചെയ്യണം, അതുപോലെ തന്നെ SGSTയും കളക്ട് ചെയ്യണം. ഇപ്പോൾ CGST കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് CGST കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ CGST എമൗണ്ട് രേഖപ്പെടുത്തേണ്ട അക്കൗണ്ടാണ് ഔട്ട്പുട്ട് CGST അക്കൗണ്ട്. ടാക്സ് കളക്റ്റഡ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് ഇൻട്രാ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി. എന്താണ് കാരണം? ഇറ്റ് ഈസ് ദ എമൗണ്ട് പേയബിൾ ടു സെൻട്രൽ ഗവൺമെന്റ്. അത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് അടക്കാനുള്ള ടാക്സ് ആണ്. ഇപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് CGST കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കേണ്ട അക്കൗണ്ടാണ് ഔട്ട്പുട്ട് CGST അക്കൗണ്ട്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി അക്കൗണ്ട്. ദെൻ ഔട്ട്പുട്ട് SGST അക്കൗണ്ട്. ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ സെയിൽ നടത്തുന്ന സമയത്ത് കളക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ടാക്സ് ആണ് SGST. ഇപ്പോൾ ഒരു കസ്റ്റമർ കയ്യിൽ നിന്ന് SGST കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കാനുള്ളതാണ്? അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത്തരം ടാക്സുകൾ രേഖപ്പെടുത്തേണ്ട അക്കൗണ്ടാണ് ഔട്ട്പുട്ട് SGST അക്കൗണ്ട്. ഇറ്റ് ഈസ് ആൾസോ ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി അക്കൗണ്ട്. കേരള ഗവൺമെന്റിന് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാനുള്ള ടാക്സ് ആണത്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഒരു ലയബിലിറ്റി അക്കൗണ്ട് ആയിട്ട് കണക്കാക്കാം. ദെൻ ഔട്ട്പുട്ട് IGST അക്കൗണ്ട്.
സാധനങ്ങൾ നമ്മൾ വിൽക്കുന്നത് കേരളത്തിലല്ല, കേരളത്തിന് പുറത്തുള്ള ഒരു സ്റ്റേറ്റിലേക്കാണ് സാധനങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ടാക്സ് ആണ് കളക്ട് ചെയ്യുന്നത്? IGST ആണ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റേറ്റിന് പുറത്തുള്ള ഒരു കസ്റ്റമറിൽ നിന്ന് IGST കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് സെൻട്രൽ ഗവൺമെന്റിലേക്ക് അടക്കാനുള്ളതാണ്. അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ് രേഖപ്പെടുത്തി വെക്കേണ്ട അക്കൗണ്ടിന്റെ പേരാണ് ഔട്ട്പുട്ട് IGST അക്കൗണ്ട്. ടാക്സ് കളക്റ്റഡ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് ഇന്റർ സ്റ്റേറ്റ്. മറ്റ് സ്റ്റേറ്റുകളിലേക്ക് സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഏത് അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത്? ഔട്ട്പുട്ട് IGST അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത്. ദിസ് അക്കൗണ്ട് ഈസ് ആൾസോ ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി. എന്താണ് കാരണം? മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കസ്റ്റമറുടെ കയ്യിൽ നിന്നും IGST കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കാനുള്ളതാണ്? സെൻട്രൽ ഗവൺമെന്റിലേക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ അക്കൗണ്ടിനെയും നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഒരു ലയബിലിറ്റി അക്കൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും 2 തരം അക്കൗണ്ടുകളാണ് വരുന്നത്. ഒന്ന് ഇൻപുട്ട് GST, മറ്റൊന്ന് ഔട്ട്പുട്ട് GST. സാധനങ്ങളോ സേവനങ്ങളോ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ടാക്സിനെ പറയുന്ന പേരാണ് ഔട്ട്പുട്ട് ടാക്സ്. ദെൻ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടുള്ള ടാക്സിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കാനുള്ളതാണ്. അതേസമയം അത് അടക്കുന്നതിന് മുമ്പായി നേരത്തെ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ടാക്സ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ആ പേയ്മെന്റ് നടത്തിയ ടാക്സ് നമ്മൾ കളക്ട് ചെയ്ത ടാക്സിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10,000 രൂപ നമുക്ക് ടാക്സ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് 8,000 രൂപ നമ്മൾ ടാക്സ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 10,000-ൽ നിന്ന് നമുക്ക് ഏത് മൈനസ് ചെയ്യാം? 8,000 രൂപ നേരത്തെ കൊടുത്തിട്ടുള്ള ടാക്സ് മൈനസ് ചെയ്ത് ബാക്കി 2,000 രൂപയാണ് ഗവൺമെന്റിലേക്ക് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് രേഖപ്പെടുത്തേണ്ട അക്കൗണ്ടാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ടു ബി മെയിൻറ്റെയിൻഡ് ഓൺ ഗവൺമെന്റ് GST പോർട്ടൽ ടു പേ GST. GST ട്രാൻസാക്ഷന് വേണ്ടി GST പോർട്ടലിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഈ അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്, ഔട്ട്പുട്ട് ടാക്സ് കൂടുതലാണെങ്കിൽ നമ്മൾ ആർക്ക് പേയ്മെന്റ് നടത്തണം? ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് നടത്തണം. പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ.